ചെമ്മീൻ ലവേഴ്സൊക്കെ ഇങ്ങനെ വന്നേ നമുക്കൊരു അടിപൊളി റെസിപ്പി നോക്കിയാലോ. അതിന് ഞാനിവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ് എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പാൻ വെച്ച് അതിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. സാധാ ഓയിലൊക്കെ ആകുമ്പോൾ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് ഓരോ ചെമ്മീനായിട്ട് നമുക്ക് പാനിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് മുഴുവൻ ചെമ്മീനും ഇട്ട് കൊടുക്കാം. ഇനി ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് സൈഡും ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് സവോള അതിലിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് അതിക്ക് വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയാണ് വേണ്ടത്. അത് നമുക്ക് നന്നായി ചതച്ചിട്ട് അതിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ചെമ്മീനിലുള്ള മസാല എല്ലാം ഉള്ളിയിലും ഇഞ്ചിയിലും വെളുത്തുള്ളിയിലൊക്കെ ആവണം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കാം. ഇനി നമുക്കതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ് വേണ്ടത്. നമുക്ക് ആ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ പോലെ ഇങ്ങനെ ആക്കിയെടുക്കണം കേട്ടോ. ലാസ്റ്റ് നമുക്ക് അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.